വർഷങ്ങളായി നിരന്തരം ഈ കോഴിക്കോട് കോർപ്പറേഷൻ ഭരിക്കുന്നത് LDF സർക്കാരാണ്. ഇന്ന് വരെ ഒരു വികസനം ഈ മേഖലയിൽ എത്തിപ്പെട്ടിട്ടില്ല. പല പദ്ധതികളും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ അത് അവരുതാണെന്ന് പറഞ്ഞ് ആക്കി തീർക്കുന്നല്ലാതെ സ്വന്തമായിട്ട് ഒരു പദ്ധതിയും ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. അതുപോലെ മത്സ്യത്തൊഴിലാളികളുടെ കഷ്ടതകൾ, ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്ത മത്സ്യത്തൊഴിലാളികളെ കാര്യങ്ങൾ ഇന്ന് വരെ പരിഗണക്കെടുത്തിട്ടില്ല. കേന്ദ്രം കൊണ്ടുവന്ന പല പദ്ധതികളും അത് അട്ടിമറിക്കാനല്ലാതെ ജനങ്ങളുടെ ഇടയിൽ എത്തിക്കാനുള്ളൊരു സംവിധാനം ഇന്ന് വരെ കൊണ്ടുവന്നിട്ടില്ല. പിന്നെ എന്തിനീ ഭരണം എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് ആവശ്യപ്പെടുന്ന ഭരണമാണ് വേണ്ടത്, അല്ലാതെ ജനങ്ങളെ ദ്രോഹിക്കുന്ന ആരോ കൊണ്ടുവന്നൊരു പദ്ധതി അത് ഞങ്ങളതാണെന്ന് തന്നെ ഇവർ ആവശ്യപ്പെടില്ല. ഒരു ഏജൻറ്റിനെ നമുക്കിവിടെ ആവശ്യമില്ല. കേരളത്തിൽ 100% ജനങ്ങൾ ബുദ്ധിമുട്ടിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന യുവാക്കൾ, വിദ്യാഭ്യാസ സമ്പന്നര യുവാക്കൾക്ക് ഒരു തൊഴിലവസരം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ രക്ഷിതാക്കളെ മറന്നുകൊണ്ട് അന്യദേശത്തേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് എഞ്ചിനീയറിംഗ് പാസ്സായ കുട്ടികൾ നക്കാപ്പിച്ച 9,000 10,000 രൂപയ്ക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യേണ്ട പ്രൈവറ്റ് സ്ഥാപനത്തിൽ അവരെ യോഗ്യത വെച്ച് നോക്കുമ്പോൾ 40,000 30,000 സാലറി കിട്ടേണ്ട ആ ചെറുപ്പക്കാർ ഇന്ന് തെരുവ് പട്ടികളെ പോലെ അലഞ്ഞു നടക്കുകയാണ് തെരുവിൽ, മറ്റു കൂലിപ്പണിക്ക് പോവുകയാണ്. ഇത്രയും വിദ്യാസമ്പന്നരായ എഞ്ചിനീയറിംഗ് പാസ്സായ കുട്ടികളുടെ അവസ്ഥ വളരെ ദുരിതമാണ്, കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. പിണറായി സർക്കാരിൻ്റെ ഭരണം വളരെ മോശമാണ്. അതുകൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അത് മാറി വരണം. ഈ പിണറായി സർക്കാരിൻ്റെ പെൻഷൻ തന്നെ ഒന്നും ലഭിക്കുന്നില്ല. എന്ത് തന്നെ ആനുകൂല്യങ്ങളും വെട്ടിച്ചുരുക്കുകയാണ് ചെയ്യുന്നത്. തൊഴിൽ രഹിത വേതനം വാങ്ങിയ ഒരു സ്ത്രീ ആയിരുന്നു ഞാൻ. ഇപ്പം അതും കിട്ടാതെയായി. എനിക്ക് പെൻഷൻ ഒന്നും കിട്ടാറില്ല, കുറേ ആയി. എല്ലാ ബുദ്ധിമുട്ടും സഹിച്ചുകൊണ്ട് ജീവിക്കണം. ജനങ്ങൾക്ക് പല പ്രതീക്ഷകളും ഉണ്ട്, അത് കിട്ടാനും പിടിക്കാനും എല്ലാവരും പ്രാർത്ഥിക്കാം. അത് മാത്രമേ ഉള്ളൂ. മോദി വരണം. കേരള സർക്കാരിൻ്റെ ഇടതുപക്ഷ നയം വളരെ മോശമായ നിലയിലാണ് ഇപ്പോൾ പോകുന്നത്. പെൻഷനാണ് മര്യാദയ്ക്ക് കിട്ടുന്നില്ല, ഒക്കെ ഡേഞ്ചറാണ്. ഇവിടെ LDF വെച്ചിട്ട് ഒരു വികസനം ഇതുവരെ ഒന്നുമില്ല. നമ്മുടെ നാട്ടിൽ വളരെ മോശമായിട്ട് തന്നെയുള്ള പോക്ക്. ജനങ്ങൾക്ക് വിദ്യാഭ്യാസം, കുട്ടികൾക്ക് പഠിപ്പ്, ഇവിടെ തന്നെ കോളേജ് കാര്യങ്ങളെല്ലാം വേണം. അതാണ് അഭിപ്രായം. Indian Institute of Commerce Lakshya presents Jana Shabdam in association with Amritaveni. Learn commerce professional courses only from Indian Institute of Commerce Lakshya. Amritaveni Hair Elixir. സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ.